മക്കളെ, അപ്പോൾ നമ്മുടെ ഇന്ന് സുപ്രീം കോടതിയിൽ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. കുറേ കുട്ടികൾ കുറേ നേരമായിട്ട് ഇതിന് പിന്നാലെ തന്നെയാണ്. കാരണം എന്താണ്, ഒരു തീരുമാനം എന്താവും എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അത്ര കണ്ടിട്ട് വിശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാനുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലേക്കുള്ള വിശ്വാസങ്ങൾ കൂടി വരികയാണ്. കാരണം ഇന്നത്തെ കേസ് നിങ്ങൾ കുറച്ച് പേര് കണ്ടവർക്കറിയാം. അതായത് ഇന്ന് സംസാരിച്ച സുപ്രീം കോടതിയിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായി എന്നുള്ളത് നമുക്ക് ആർക്കും മറച്ചു വെക്കാൻ പറ്റാത്തൊരു കാര്യമല്ല, എന്തായാലും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമുക്ക് ഒരിക്കൽ പോലും ഇതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്, അത് എത്ര പേരിലേക്ക് അത് എത്തി എന്നുള്ളത്. ഇതൊരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ ഇതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെങ്കിൽ, അതായത് മെയ് 5-നായിരുന്നു എക്സാം നടന്നത്. മെയ് 4-ാം തീയതി അല്ലെങ്കിൽ അതിന് മുന്നേ, അതായത് 5-ാം തീയതിക്ക് മുന്നേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണെങ്കിൽ അത് ഫോറൻസിക്കിൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടെ തന്നെ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയൊരു റീനീറ്റ് തന്നെ ആയിരിക്കുന്നത് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയത്. അതുമാത്രമല്ല, ഇത് കുറച്ച് ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ്. അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും റീനീറ്റ് എന്നുള്ളൊരു സാധ്യതകളെ തള്ളിക്കളയാന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നൊരു തീരുമാനം വന്നേക്കുന്നത്. എല്ലാ കുട്ടികളും ഇതിൽ വേറൊരു കാര്യം, 25 ലക്ഷത്തോളം, അതിൽ തന്നെ 23-ന് മുകളിൽ ആളുകൾ എക്സാം എഴുതിയേക്കുന്ന ഇത്രയും വലിയൊരു എൻട്രൻസ് എക്സാം ഇവിടെ കേന്ദ്ര സർക്കാർ എന്നല്ല, NTA എന്നല്ല, ഇതിനേക്കാളൊക്കെ ഉപരി സുപ്രീം കോടതിൻ്റെ അവസാനത്തെ വിധി നമുക്കിനി 2 ദിവസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. എന്താ അതിന് വേണ്ടിയിട്ട് പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ലീക്കേജ് ഉണ്ടായി എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് സോഷ്യൽ മീഡിയ വഴി, ടെലഗ്രാം, വാട്സപ്പ് ഇങ്ങനെയുള്ള ഇതൊക്കെ വഴി എത്രത്തോളം ലീക്ക് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ റീനീറ്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ മുന്നിലില്ല. പിന്നെ നിങ്ങളെല്ലാം കേട്ട് കാണും, വളരെ എന്താ പറയുക, ഒരു കോമഡി പരമായിട്ടുള്ളൊരു സംഭവം നമ്മൾ കേട്ടിരുന്നു NTA അഡ്വക്കേറ്റിൻ്റെ സൈഡിൽ നിന്ന്. അവിടെ പറഞ്ഞത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ദെൻ മാത്സ് ഉണ്ട് എന്ന് വരെ. ഒരു നമ്മുടെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിന് ഏത് സബ്ജക്റ്റെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തേക്കുന്ന ഉത്തരമാണ് 45 ക്വസ്റ്റ്യന് മാത്സിൽ നിന്ന്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാദങ്ങളും പ്രതിവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ എന്തൊക്കെയൊക്കെയോ ആയിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ മുന്നോട്ടേക്ക്, എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ പേപ്പർ ലീക്ക് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു റീനീറ്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ മക്കളെ, കാണാം നമുക്ക് പുതിയ അപ്ഡേഷൻസുമായിട്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.